ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായത് വളരെ വലിയ ഒരു മാറ്റമാണ്. ബംഗാളിൽ BJP അധികാരം പിടിച്ചതോടുകൂടി ബംഗാളിലേറെ നാളായി ഭരിച്ചുകൊണ്ടിരുന്ന ഒപ്പം ഇന്ത്യ സഖ്യത്തിന് വലിയ കരുത്തായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ചിന്ന ഭിന്നമായി പോകുന്ന കാഴ്ച കണ്ടു. കാരണം തൃണമൂൽ കോൺഗ്രസിലെ MLA മാരും ഒരു കൂട്ടം MP മാരും NDAയിലേക്ക് കൂറുമാറിപ്പോവുകയോ അല്ലെങ്കിൽ വിമത വിഭാഗമായി മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം കണ്ടു. അതോടുകൂടി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശക്തി അപ്പാടെ ക്ഷയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ സഖ്യത്തെ ബോധപൂർവം അശക്തരാക്കാൻ വേണ്ടി അവരുടെ ശക്തി നശിപ്പിക്കാനുള്ള നീക്കമാണ് NDA നടത്തുന്നത് എന്ന ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും നമ്മൾ കണ്ടു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയിൽ തുടരുമോ അതോ BJP നയിക്കുന്ന NDAയിലേക്ക് ചേക്കേറുമോ എന്നത് വലിയ ഒരു ചോദ്യമായി മാറുന്നത്. NDAയിലേക്ക് ചേക്കേറും എന്നത് സംബന്ധിച്ച ചില സൂചനകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ ചില ഭിന്നതകൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാർട്ടിയുടെ 10 MLA മാരിൽ കുറഞ്ഞത് പകുതി പേരെങ്കിലും പ്രതിപക്ഷത്ത് തുടരുന്നതിനേക്കാൾ നല്ലത് ഭരണപക്ഷത്ത് ചേരുന്നതാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് ചില മുതിർന്ന പാർട്ടി നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് ശക്തി കുറഞ്ഞു വരികയാണോ? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കുറയുകയാണെങ്കിൽ വീണ്ടും BJP ഭരണം തന്നെ വരാനുള്ള സാധ്യത കാണും. സുപ്രധാനമായ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കുറയുന്നത് എത്രമാത്രം BJPക്ക് ഗുണം ചെയ്യും എന്നത് തുടങ്ങിയ ചർച്ചകളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം ഭരണപരമായ സമ്മർദ്ദങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. മണ്ഡലങ്ങളിലെ വികസന ഫണ്ടുകൾ ലഭിക്കാനും ഭരണപരമായ അനുമതികൾ വേഗത്തിലാക്കാനും NDAയിൽ ചേരുന്നതാണ് എളുപ്പമെന്നാണ് പാർട്ടിയുടെ 10 MLA മാരിൽ 5 പേരെങ്കിലും വാദിക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കുന്നുണ്ട്. കോൺഗ്രസുമായി ലയിക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിൽ തുടരുന്നതിനേക്കാളോ നല്ലത് NDAയുമായി കൈകോർക്കുന്നതാണ് എന്ന് 5 MLA മാരെങ്കിലും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഒരു മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്ഥിരതയില്ലാത്തതാണ് എന്നതിൽ പല നിയമസഭാംഗങ്ങളും അതൃപ്തി പ്രകടിപ്പിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ചിലപ്പോൾ പല വിഷയങ്ങളിലും സർക്കാരിനെ എതിർക്കുന്നില്ല, പ്രതിപക്ഷത്ത് തുടരുന്നതിനേക്കാൾ ഭരണപക്ഷത്ത് ചേരുന്നതാണ് ഉചിതമായ നിലപാട് എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഈ അഭ്യൂഹങ്ങളോട് ഇതുവരെയും ശരത് പവാർ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം ഔദ്യോഗിക യോഗങ്ങളൊന്നും നിലവിൽ വിളിച്ചിട്ടില്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും മകളും ലോക്സഭാ അംഗവുമായ സുപ്രിയ സുലെ NDAയിൽ ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനോ അംഗീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ NCP കടന്നു പോകുന്നത് എന്ന സൂചന പുറത്തു വരുന്നു. NCP NDAയിലേക്ക് ചേക്കേറുമോ എന്ന സൂചനകൾ ഇപ്പോൾ ഏകദേശം ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്.